ബോബി മാത്യു അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും കേരള ഭൂവിനിയോഗ വകുപ്പിന്റെയും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴ ബ്ലോക്ക് തല ആശയവിനിമയ സദസ്സ് സംഘടിപ്പിച്ചു. ഭൂവിനിയോഗ വകുപ്പും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പ്രകൃതി പാഠം പദ്ധതിയുടെ ബ്ലോക്ക് തല ആശയവിനിമയ സദസ്സ് കൃഷിഭവൻ കുമാരമംഗലം പരിധിയിൽ ഈസ്റ്റ് കലൂറുള്ള ഷാജി കൊച്ചുകുടിയിൽ എന്ന കർഷകന്റെ ഫാമിൽ വച്ച് സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ ഭൂവിനിയോഗ മാറ്റങ്ങൾ പരിസ്ഥിതിക്ക് സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുകയും തനത് ഭൂവിനിയോഗം നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രകൃതി പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. തൊടുപുഴ ബ്ലോക്ക് ആശയവിനിമയ സദസ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജീവ് ആർ എസ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഡീന എബ്രഹാം, തൊടുപുഴ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ആര്യമ്പടി, കുമാരമംഗലം കൃഷി ഓഫീസർ ആർദ്ര ആൻപോൾ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം, ഇടുക്കി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗീതു എം, കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം പ്രൊജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ ഹരിതലക്ഷ്മി എന്നിവർ വിഷയവിദഗ്ധരായി പങ്കെടുത്ത് കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. കേരളത്തിലെ കൃഷികൾക്ക് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ബ്ലോക്ക് തലത്തിൽ കർഷകരുടെയും അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞരുടെയും സന്നദ്ധ സേവകരായിട്ടുള്ള ആളുകളുടെയും ഒരു ആശയവിനിമയ സമ്മാനമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. ഈ ആശയവിനിമയ എന്നതിന് പേരിൽ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ മുഖ്യമായും പ്രകൃതി പാഠം പദ്ധതികൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അശാസ്ത്രീയമായ കൃഷി രീതികൾ മൂലം നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ വർത്തമാനകാലത്ത് ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർഷകരെ അടുത്തായി ആശംസ അടുത്ത് സംസാരിക്കുന്നതിനായി തൊടുപുഴ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ആര്യമ്പ TG മാഡത്തിനെ ഭൂവിനിയോഗ വകുപ്പ് തൃശൂർ കാര്യാലയം കൃഷി ഓഫീസർ സിറിൽ PS ചർച്ച മോഡറേറ്റ് ചെയ്ത് നന്ദി പ്രകാശിപ്പിച്ചു. എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ഒരു തുക ധനസഹായമായിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി PMFBY അഥവാ കാലാവസ്ഥാ വിള ഇൻഷുറൻസ്. അപ്പൊ അതും നിങ്ങളെല്ലാ കർഷകരും സീസൺ ഒരു 100-150 പേരെ പ്രതീക്ഷിച്ചു എങ്കിലും ഇത്രയും പേരെ എങ്കിലും ഇവിടെ എത്തിച്ചേർന്നതിന് ഒരു നിയന്ത്രണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. അവരവിടെ തന്നെ വരുമാനം കണ്ടെത്തും. അവിടെ ഉൽപ്പന്നത്തിനുള്ള വരുമാനം അവിടെ ഫാമിൽ തന്നെ ഉണ്ടാക്കും. കൃഷി ചെയ്യുന്നത്. അപ്പം സംശയമുള്ളവർക്ക് അല്ല കാണേണ്ടവർക്ക് മാംഗോസിനൊക്കെ കാണാം. പുതിയ രീതിയിലുള്ള കൃഷിയാണ്. താല്പര്യമുള്ളവർക്ക് ഇനി ഇന്നല്ലെങ്കിൽ വേറെ ദിവസം വന്നാലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. എല്ലാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതൊക്കെയാണ് 4 കൃഷി ചെയ്യുന്നത്. അപ്പം സംശയമുള്ളവർക്ക് അല്ല കാണേണ്ടവർക്ക് മാംഗോസിനൊക്കെ കാണാം. പുതിയ രീതിയിലുള്ള കൃഷിയാണ്. താല്പര്യമുള്ളവർക്ക് ഇനി ഇന്നല്ലെങ്കിൽ വേറെ ദിവസം വന്നാലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. എല്ലാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതൊക്കെയാണ് 4 കൃഷി ചെയ്യുന്നത്. അപ്പം സംശയമുള്ളവർക്ക് അല്ല കാണേണ്ടവർക്ക് മാംഗോസിനൊക്കെ കാണാം. പുതിയ രീതിയിലുള്ള കൃഷിയാണ്. താല്പര്യമുള്ളവർക്ക് ഇനി ഇന്നല്ലെങ്കിൽ വേറെ ദിവസം വന്നാലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. എല്ലാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആ സമയത്തുണ്ടാവുന്ന മഴയും